വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ഗൈസ്. ഇന്ന് നമ്മുടെ കാർ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കയറ്റും. ഇന്ന് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഓൾറെഡി ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് സർവീസിന്. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്കത് റെസ്റ്റ് എടുക്കാം. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ പോസ്റ്റാണ്. വണ്ടിയുടെ കോലം കണ്ടില്ലേ, ഫുൾ കച്ചറായിട്ട് കിടക്കുക. ഇനിയിപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവിടെ സർവീസ് ചെയ്യുന്നത് നമ്മുടെ മെട്രോമി. ഇത് നമ്മുടെ ടാങ്കിലും കൂളൻ്റൊക്കെ ഇല്ലേ, അതൊക്കെ ബാലൻസ് കിടക്കുന്നതെല്ലാം സക്ക് ചെയ്തെടുക്കും. നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഫൈനലി ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ കാർ സർവീസ് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട്. ഒരുപാട് സർവീസ് ഉണ്ട്. 40,000 കിലോമീറ്ററിൻ്റെ മേജർ സർവീസാണ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഓയിൽ മാറും. ഹൗസിങ് ഓയിൽ, ഗിയർ ഓയിൽ, എൻജിൻ ഓയിൽ, എന്തൊക്കെ ഓയിലുണ്ടോ എല്ലാം. എൻ്റെ കോലം കണ്ടില്ലേ. പുള്ളി എയർ പ്രഷർ ചെയ്ത് അതിനകത്തുള്ള ഡസ്റ്റ് മൊത്തം പുട്ട് കളയാം. മാക്സിമം എയർ പ്രഷർ ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനകത്ത് ഒന്ന് ഓയിലൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് മലയാളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ടൈം എടുക്കും, 2 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം. അങ്ങനെ ഇത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിലില്ലേ, വേസ്റ്റ് ഓയിൽ പുറത്ത് കളയുന്നതാണ്. ഓക്കെ, നല്ല ബ്ലാക്ക് കളറായിരിക്കും. അത്രയും ഓടിയിട്ടുണ്ടേ. പുള്ളി തന്നെ നെറ്റ് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ദേഹത്ത് വരയ്ക്കും. നല്ല ബ്ലാക്ക് കളർ, ഒരുപാട് ഓടിയതല്ലേ. അങ്ങനെ ഓയിൽ തീരാറായി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടിഭാഗം കണ്ടു. വെള്ളം കണ്ടിട്ട് കുറച്ച് ദിവസമായി. കരി കട്ടണക്കായി ഓയിൽ. ഇത് എന്തോതിൻ്റെ ഓയിൽ ബ്രോ? ബ്രേക്കിൻ്റെ ഹൗസിങ്.
ഇതെല്ലാം 40-നാണോ മാറ്റണത്? 40, 80 പിന്നെ അടുത്ത 40, 80 പിന്നെ 140. ഈ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ ഹൗസിങ് ഓയിലില്ലേ, അത് റീഫിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ്, അവർക്ക് അതിൻ്റെ റീഡിങ് എല്ലാം അറിയാം, ഇത്ര ലിറ്റർ ഇത്ര കാര്യങ്ങളെല്ലാം വേണമെന്ന്. അത് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവും. നമ്മൾ സെയിം നമ്മൾ പെട്രോൾ റീഫിൽ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഉണ്ടായി എണ്ണയുടെ പൈസക്ക്. ഇതൊക്കെയാണ് നമ്മൾ പുതിയ പാർട്ട്. കുറേ ഉണ്ട്, എന്തൊക്കെയാണ് നോക്കണം. ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, പിന്നെ എയർ ഫിൽറ്റർ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണൊക്കെ നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ എയർപോർട്ട് വണ്ടി തന്നെ, അതിനാലിതാ പക്കത്തിൽ. അടക്കൂടെ ഇത് കഴിയണം. ആരാ? ഓന് ലാസ്റ്റ് എവിടെ വന്നപ്പോൾ ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കിടക്കുന്ന ബാക്കി വരുന്ന കൂളൻ്റ് ഓയിലും ഇതെല്ലാം കൂടെ സക്ക് ചെയ്തെടുക്കുന്ന മെഷീനാണ്. ഇതിലുള്ള കംപ്ലീറ്റ് അവർ സക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ പുതിയത് യൂസ് ചെയ്യൂ. ഇതുണ്ട് നമ്മുടെ ഇതിൽ ഇപ്പം നിലവിലുള്ള കൂളൻ്റും ഓയിലും കംപ്ലീറ്റ് അത് സക്ക് ചെയ്തെടുക്കും. എന്നിട്ടേ അവർ പുതിയത് റീഫിൽ ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല.
ഇതെന്താണ് സ്റ്റിയറിംഗ് ഓയിലോ? അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഓയിൽ അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ബില്ലെല്ലാം പേയ്മെൻറ്റ് ചെയ്ത് നമ്മളങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് നേരെ സൈറ്റിലോട്ട് പോകണം. അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് വാട്ടർ വാഷ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. നമ്മളിപ്പോൾ എയർപോർട്ട് റോഡിൽ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റൺവേ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോവേണ്ടത്. അതെ കണ്ടോളൂ, ഫ്ലൈനാസിൻ്റെ ഫ്ലൈറ്റാണ് പോകുന്നത്. നമ്മൾ ഇച്ചിരി ഡിസ്റ്റൻസ് കൂടിപ്പോയി, ഇല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. നമ്മുടെ റൺവേയുടെ താഴത്തെ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അറിയത്തില്ല. ഒരു സൈഡ് ഫുള്ള് ഗ്രീനറി. നമ്മളങ്ങനെ കാർ സർവീസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഇനി എന്തായാലും കുറച്ച് മിനിക്ക് എടുക്കണം. അത്രമാത്രം കച്ചടയുണ്ട്. അങ്ങനെ ഫുൾ കുളിയെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് അവർ ഡ്രൈ ക്ലീനിങ് കൂടെ ചെയ്ത് നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യും. സോ അങ്ങനെ ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ ബൈ.